എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയെന്ന് വിളിക്കാനാകില്ലെന്ന് സീതാറാം യെച്ചൂരി. LDF വികസിപ്പിക്കുന്ന കാര്യത്തിൽ അടുത്ത സംസ്ഥാന സമിതി തീരുമാനമെടുക്കും. BJPയുടെ വോട്ട് വളർച്ച ആശങ്കാജനകമെന്നും യെച്ചൂരി ക്രോസ് ആൻഡ് കൗണ്ടർ. പ്രേമത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ സിനിമാ രംഗത്തെ പ്രമുഖരെ വലിച്ചിഴക്കരുതെന്ന് അൻവർ റഷീദ്. മറ്റാരുടെയും പേര് ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക, അനാവശ്യമായ ഡിസ്കഷനിൽ കൂടി ഇവരുടെ പേര് ചീത്തയാക്കാതിരിക്കുക, അവരുടെ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. സിനിമ 50 ദിവസം തികക്കില്ലെന്ന് നിവിൻ പോളി. അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ തിയേറ്ററുകൾ അടച്ചിടുമെന്ന് ഉടമകൾ. വിഴിഞ്ഞത്തെ ഇറാൻ ബോട്ട് കണ്ടെത്തിയ സംഭവം NIAക്ക് വിടാൻ ആലോചന. ബോട്ടിൽ നിന്ന് പാകിസ്ഥാൻ പാസ്പോർട്ടുകൾ കണ്ടെത്തി. സമുദ്രാതിർത്തി ലംഘിച്ചതിന് കേസെടുത്തു. പാഠപുസ്തക വിഷയത്തിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രിക്ക് SFIയുടെ കരിങ്കൊടി. സ്വയംഭരണ വിഷയത്തിൽ മഹാരാജാസ് കോളേജിൽ നടത്തിവന്ന സമരം അവസാനിച്ചു. സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കില്ല. മധ്യപ്രദേശ് നിയമന തട്ടിപ്പിൽ ഒരു ദുരൂഹ മരണം കൂടി. അന്വേഷണ സമിതിയുടെ തലവൻ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. LDF വികസിപ്പിക്കുന്ന കാര്യത്തിൽ അടുത്ത സംസ്ഥാന സമിതി തീരുമാനമെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു വിശേഷണം പാർട്ടികൾക്ക് കൊടുക്കാറില്ല എന്നായിരുന്നു യെച്ചൂരിയുടെ മറുപടി. വർഗീയവൽക്കരണമാണ് അരുവിക്കരയിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യമെന്നും യെച്ചൂരി പറഞ്ഞു. BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവാണ് അരുവിക്കരയിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. കേരള ജനതയിൽ വർഗീയവൽക്കരണം ഉണ്ടാകുന്നത് അപകടകരമാണ്. പാർട്ടി ഇത് ഗൗരവമായി എടുക്കണം. എങ്ങനെ നേരിടും എന്ന് പരിശോധിക്കണം. പുതിയ തലമുറ വോട്ട് ചെയ്തോ എന്ന കാര്യത്തിലും ഗൗരവമായ പഠനം വേണം. Why a large section of the youth or the new voters that registered did not vote, or whether they voted but the older section deserted. But this drop in the percentage is something that we are examining. LDF വികസിപ്പിക്കും, ശക്തിപ്പെടുത്തും. മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ ഖണ്ഡിതമായ അഭിപ്രായം പറയാൻ യെച്ചൂരി വിസമ്മതിച്ചു. That in Kerala we have to take measures to expand and strengthen the LDF. Now how that will happen, that the state committee will give concrete proposals. So let us wait for that. Is Muslim League or Kerala Congress still untouchable to the party? What is their ideology? You see, nobody XYZ. We do not have any personal preferences, never had. What are their policies? What are their ideologies? That is the basis on which we will decide. Is Muslim League a communal party? Again, you are asking, that is not, I'm telling you, we don't characterize parties as this and that. We say, what are the party's policies? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. These are decisions the Kerala State Committee will take. They will make proposals which will come to the Politburo and Central Committee. Then we will take a decision. ബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുമെന്ന വാർത്ത യെച്ചൂരി തള്ളി. 21ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച കാര്യങ്ങളെ നടക്കൂ എന്ന് യെച്ചൂരി ക്ലോസ് ആൻഡ് കൗണ്ടറിൽ വ്യക്തമാക്കി. No question of any front or an alliance with the Congress. So that is something which is a Congress decision. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ മുതിർന്ന CPIM നേതാവ് MM ലോറൻസ്, CPI നേതാവ് ബിനോയ് വിശ്വം, കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അജയ് തറയിൽ. ഒന്ന്, LDF അതിൻ്റെ അടിത്തറ വികസിപ്പിക്കാൻ പോവുകയാണ്. പുതിയ കക്ഷികളെ മുന്നണിയിലേക്ക് എടുക്കണോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആരെയാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സംസ്ഥാന സമിതി തീരുമാനമെടുക്കാൻ പോകുന്നു. 2, CPIMനെ സംബന്ധിച്ച് ആരും അൺടച്ചബിൾ അല്ല. അയിത്തം ആർക്കെതിരെയുമില്ല. അത് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലായാലും ഏതെങ്കിലും ഒരു പാർട്ടിയെ വർഗീയം എന്ന് ചാപ്പ കുത്താൻ CPIM തയ്യാറാകുന്നില്ല. ഇതാണ് ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് LDFൻ്റെ അടിത്തറ വികസിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുമോ എന്ന പേടിയുണ്ടോ? ഒന്ന്, സീതാറാം യെച്ചൂരി മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാണ് എന്ന് മുദ്രകുത്താൻ ഞാൻ തയ്യാറല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവനയെ വളരെ ഗൗരവത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ ഒപ്പം മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ ആ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. അത് തെറ്റായിപ്പോയി എന്ന ഒരു സമ്മതവും UDFൻ്റെ നിലപാട് ശരിയാണ് എന്നൊരു സമ്മതവുമാണ് ഒന്ന് എന്ന കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, അടിത്തറ വികസിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ
LDFിൻ്റെ അടിത്തറ ഇളകി എന്ന കാര്യം യെച്ചൂരി മറ്റൊരർത്ഥത്തിൽ സമ്മതിക്കുകയാണ്. അടിത്തറ വികസിപ്പിക്കാൻ ഇനി അവർക്ക് കൂട്ടുപിടിക്കാവുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കാണ്. അത് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ അവർ മുന്നിലെടുത്തിട്ടില്ല. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന INL എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ അവർക്ക് അടിത്തറ വികസിപ്പിക്കണമെങ്കിൽ അവർ തമിഴ്നാട്ടിൽ DMK-യെയോ ആന്ധ്രയിൽ പോയി TDP-യെയോ ആരെയും കണ്ടുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. കേരളത്തിൽ അവരുടെ കൂടെ കൂടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല. UDFിൽ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച R ബാലകൃഷ്ണപിള്ളയെയോ PC ജോർജിനെയോ വേണമെങ്കിൽ അവർക്കെടുക്കാം. അതിനപ്പുറത്തേക്ക് UDFിന് ബലക്ഷയം സംഭവിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെപ്പോലും ഈ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടുകയില്ല. അവരെ വെച്ച് അടിത്തറ വികസിപ്പിക്കും എന്ന് പറയുന്ന സ്വപ്നം അത് വ്യാമോഹമാണ്. അത് സീതാറാം യെച്ചൂരിക്കാണെങ്കിലും പ്രകാശ് കാരാട്ടിലാണെങ്കിലും അച്യുതാനന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനും ആ സ്വപ്നം ഒരു മരീചികയായി തന്നെ ആവശ്യം. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. KN ഖാദർ MLA മുസ്ലിം ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ KN ഖാദർ, മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല സീതാറാം യെച്ചൂരി. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് BJP-യെ പോലെ വർഗീയ അജണ്ടകളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ആ അജണ്ടകൾ, ആ നയങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമിതി ഒരു നിലപാടെടുക്കും എന്നുള്ളതാണ്. ഒപ്പം LDFിലേക്ക് വരാൻ അയിത്തമില്ല ഇത്തരം കക്ഷികൾക്ക് എന്നുകൂടി CPIM-ന്റെ ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി പറയുമ്പോൾ മുസ്ലിം ലീഗ് അതിനെ എങ്ങനെയാണ് കേൾക്കുന്നത്? അത് CPM-ന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് വർഗീയവാദിയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. മുസ്ലിം ലീഗിന് വർഗീയമായിട്ടുള്ള അജണ്ടകളില്ല. അതൊക്കെ ജനത്തിനെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും ബാക്ക്വേർഡ് ക്ലാസസും ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് മറ്റു സമുദായങ്ങളോടൊപ്പം രാജ്യത്തിന്റെ മെയിൻ സ്ട്രീമിൽ എത്താനും വേണ്ടി സംഘടിക്കുന്നത് ഒരു കമ്മ്യൂണലായിട്ടുള്ള ആറ്റിറ്റ്യൂഡെന്ന് പറയാൻ കഴിയില്ല എന്ന് വിവരമുള്ള ആരും അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സീതാറാം യെച്ചൂരി അങ്ങനെ പറയുന്നതിൽ ഒരു പുതുമയൊന്നുമില്ല. അതൊരു ശരിയായ കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഏത് സമയത്തും അവരങ്ങനെ പറഞ്ഞുകൊള്ളണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ അവർ കമ്മ്യൂണലാന്ന് ആക്ഷേപിച്ചിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. കമ്മ്യൂണൽ അല്ല സെക്യുലറാന്ന് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാലത്തും ഒരു വർഗീയമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയല്ല. അത് കമ്മ്യൂണലായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. റൈറ്റ്, അതാണ് ആ കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷി ആണ് എന്നും ആ കക്ഷിയോട് യാതൊരു തരത്തിലുള്ള സഹകരണവും LDFിന് ഉണ്ടാകില്ല എന്നും ഉള്ള പ്രതീക്ഷിക്കുന്ന മറുപടി ഇക്കാര്യത്തിൽ സീതാറാം യെച്ചൂരി നൽകിയിട്ടില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ലീഗ് അടക്കമുള്ള കക്ഷികളുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ നയങ്ങൾ അനുസരിച്ച് ഓരോരോ ഘട്ടങ്ങളിൽ ആ തീരുമാനമെടുക്കും. ആ നയങ്ങൾ വർഗീയമാണോ അല്ലയോ എന്ന് ഇവിടെ സംസ്ഥാനത്ത് തീരുമാനിക്കും എന്ന് ജനറൽ സെക്രട്ടറി പറയുന്നതിനെ ഈ പ്രത്യേകമായ രാഷ്ട്രീയ സന്ദർഭത്തിൽ എങ്ങനെ കാണണം? തികഞ്ഞ ആശയപാപ്പരത്വത്തിലെ ഒരുതരം ഗതികേടിലാണ് CPM എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും ബംഗാൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പ്രസക്തി നഷ്ടപ്പെട്ട് പാർലമെൻറ്റിൽ തന്നെ 9-മോ 10-മോ ഇരിക്കേണ്ട പ്രാദേശിക കക്ഷിയുടെ പിന്നിലിരിക്കേണ്ട ഗതികേടിലെത്തിയപ്പോൾ 3.2% വോട്ടിലേക്ക് എത്തിയപ്പോൾ, അതുപോലെ CPIക്ക് 1% പോലും വോട്ടില്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ ഉണ്ടായ വിഭ്രാന്തിയാണ്, ഗതികേടാണ്. അതുകൊണ്ടിത് ഒരു ക്ഷണപത്രം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. EMS ഉൾപ്പെടെയുള്ള കാലം തൊട്ട് വർഗീയ കക്ഷി എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് CPM ആണ്. ആ CPM ഇപ്പോഴീ ചുവടുമാറ്റം ഈ ഗതികേടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം നടന്ന തിരുവനന്തപുരത്ത് കഴിഞ്ഞ ശേഷം അച്യുതാനന്ദൻ്റെ പ്രതികരണം എന്തായിരുന്നു? അച്യുതാനന്ദൻ്റെ പ്രതികരണം വർഗീയ പ്രീണനത്തിൻ്റെ ഫലമായി ഉണ്ടായ വിജയമെന്നാണ്. അപ്പോൾ വർഗീയ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം എന്ന വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിലക്ക് ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ബലിയാടുകളായി തീർന്നു എന്ന് പറയുമ്പം ആ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി ഏതാ? ആ കക്ഷിയെ തന്നെ സ്വീകരിക്കാം എന്ന് പറയുമ്പം അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമതൊരു കാര്യം, അദ്ദേഹം കോൺഗ്രസിനായിട്ട് കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസുമായിട്ട്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു നിലയ്ക്കും കേരളത്തിൽ വന്നപ്പോഴെങ്കിലും ശക്തമായിട്ട് എതിർക്കേണ്ടത് സാധിക്കാതെ പോകുന്നു. ഈ അക്കാദമിക് യോഗ്യത കൊണ്ട് ഒരു പാർട്ടിയെ നയിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടെ സീതാറാം യെച്ചൂരി കാണുന്നത് 1987 സാഹചര്യമാണ്. ഒരു വർഗീയ കക്ഷിയും ഇല്ലാതെ ഇടതുമുന്നണിക്ക് തനിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകും എന്ന ആത്മവിശ്വാസമുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളെ വർഗീയമായി ഇപ്പോൾ ക്യാരക്ടറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അക്കാര്യത്തിൽ അവരുടെ നയങ്ങളനുസരിച്ച് തീരുമാനിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. ഈ 87 എന്നുള്ളത്, അതായത് ഒരു സാമുദായിക കക്ഷിയും ഒപ്പമില്ലാതെ ജയിക്കുക എന്നുള്ളത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് അരുവിക്കര എടുത്താൽ 6-ൽ നിന്ന് 23 വോട്ട് ശതമാനം BJP ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ ഈ 87-ഉം 2016-ഉം താരതമ്യം ചെയ്യുന്നത് ശരിയാകുമോ? CPM ജനറൽ സെക്രട്ടറിയുടെ ആ പ്രതീക്ഷ നടക്കുമോ? അല്ല, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലൊരു മതേതര സ്വഭാവം പുലർത്താൻ തികച്ചും യോഗ്യമായിട്ടുള്ള രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതൊക്കെ സാഹചര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിലെ ജനത അവരെ അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവർക്കെതിരെ എപ്പോഴും അതിശക്തമായിട്ട് വരുന്ന ഒരാക്ഷേപം എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവർക്കെതിരായിട്ട് നിലയുറപ്പിച്ചതും ആണ് ചരിത്രം. 87 ചരിത്രം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് കേരള കോൺഗ്രസ് ഇല്ലാതെ മുസ്ലിം ലീഗില്ലാതെ അതിശക്തമായിട്ട് അധികാരത്തിലേക്ക് വന്ന ചരിത്രമാണ്. പക്ഷേ കേരളം മാറിയില്ലേ ശ്രീ NMPSN? BJPക്ക് വളരുന്ന വോട്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ആ വോട്ട് ബേസ് പോകുന്നതാണെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന്, വിശേഷിച്ച് CPIM-ൽ നിന്നും 87-ൽ നിന്ന് സാമൂഹ്യ അന്തരീക്ഷം മാറി, രാഷ്ട്രീയ കാലാവസ്ഥ മാറി. ആ തിരിച്ചറിവ് CPIM-നെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതല്ലേ? അതെ, CPM-ൻ്റെ എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള ഗതികെട്ടൊരവസ്ഥയിലേക്ക് എത്തുന്നത് പരിശോധിച്ചാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യസന്ധവും യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനം ഈ കാര്യത്തിൽ എടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതിനുള്ള വഴികൾ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അവർക്ക് കൈമോശം വന്നിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തിരിച്ചെടുക്കാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം അവർക്ക് വർത്തമാനങ്ങൾ പറഞ്ഞ് അവരുടെ ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന സമയം കൂടി പൂർത്തീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രീ NMPSN, അരുവിക്കര ഒരു ഉദാഹരണമായി എടുക്കൂ. അവിടെ ഈ പറയുന്നത് പോലെയുള്ള, നേരത്തെ ആക്ഷേപിച്ചതുപോലെയുള്ള CPIM-ൻ്റെ ന്യൂനപക്ഷ പ്രീണനമോ അല്ലെങ്കിൽ മൃദു ഹൈന്ദവ നിലപാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിക്കെതിരെ വികാരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും BJP അവിടെ അവരുടെ വോട്ട് വിഹിതം 23% ഉയർത്തുന്നു. കോൺഗ്രസിന് അതിൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സാധിക്കുന്നു. കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതേപടി വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, കൂടുതലായി അവരുടെ വോട്ട് ബാങ്ക് വികസിക്കുകയും ചെയ്തു. CPM-നെ സംബന്ധിച്ച് പ്രതികൂലമായ കാലാവസ്ഥ ഇല്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ അരുവിക്കരയെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി എടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് എടുത്താൽ നോക്കൂ, CPIM പ്രത്യേകിച്ചൊന്നും പ്രതികൂലമായി എടുക്കാനില്ലെങ്കിൽ തന്നെയും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ അരുവിക്കരയിൽ അതിശക്തമായിട്ട് പ്രതിഫലിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരുപാട് കാലമായി ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ തനതായിട്ടുള്ള രാഷ്ട്രീയം നഷ്ടപ്പെട്ട സമയത്ത് അതിൽ നിന്ന് ഒലിച്ചുപോക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഏതാണ്ട് ഒരേപോലെ പ്രവർത്തിക്കുന്ന കക്ഷികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ കോൺഗ്രസിൻ്റെ ഒരു B ടീം എന്ന നിലയ്ക്ക് അവർ അവതരിപ്പിക്കുകയും അങ്ങനെ തന്നെ കാണാൻ പൊതുസമൂഹം തയ്യാറാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളം രാജ്യത്തെ ഏറ്റവും പുരോഗമനപരമായ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നടക്കുന്ന വർഗീയവൽക്കരണം വളരെയധികം ആശങ്കയുണ്ടാക്കുന്നു. ഇത് ഞങ്ങൾ വളരെ ഗൗരവമായാണ് എടുക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് പരിശോധിക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേരള കോൺഗ്രസും ലീഗും അടക്കമുള്ള കക്ഷികളുമായി ഏതെങ്കിലും തരത്തിലുള്ള തൊട്ടുകൂടായ്മ ഇല്ല എന്നും അതാത് കാലത്തെ നയങ്ങൾ അനുസരിച്ച് അവ വർഗീയമാണോ അല്ലയോ, സഹകരിക്കണമോ വേണ്ടയോ തുടങ്ങിയവ സംസ്ഥാനത്ത് തീരുമാനിക്കും എന്നും പറയുന്നത്. അങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്തുണ്ടോ? വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമല്ല അഭിലാഷേ. ദേശവ്യാപകമായി ഒരു വർഗീയ ധ്രുവീകരണം അടുത്ത കാലത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവർ 15 വർഷമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ വർഗീയ ധ്രുവീകരണത്തെ നേരിടുന്നതിന്, മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന്, നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിന്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മാത്രം പോരാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ മതേതര കക്ഷികളും ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണത്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമല്ല. തെരഞ്ഞെടുപ്പ് മുന്നണികൾ വേറെ. പക്ഷെ നമ്മുടെ ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഗീയ ഫാഷിസ്റ്റ് ഭരണത്തിന് അല്ലെങ്കിൽ ആ മുന്നേറ്റത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി ഒരു മതേതര മുന്നണി രൂപീകരിക്കുകയാണ് വേണ്ടത്. റൈറ്റ്, അതാണ് ആ കാര്യത്തിലെ ലീഗിന്റെ നിലപാട്. പക്ഷെ ബിനോയ് വിശ്വം, മുസ്ലിം ലീഗുമായുള്ള ഇടതുമുന്നണിയുടെ സഹകരണം എന്ത്, അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്തരം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്, ഇടതുമുന്നണിക്ക് അവരുമായി യാതൊരു തരത്തിലുള്ള സഹകരണവും അസാധ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ഉത്തരമല്ല CPIMന്റെ ജനറൽ സെക്രട്ടറി നൽകുന്നത്. അയിത്തമില്ല രാഷ്ട്രീയത്തിൽ, അതാത് കാലഘട്ടത്തിലെ നയങ്ങൾ അനുസരിച്ചാണ് തീരുമാനം എന്ന് പറയുമ്പോൾ കേരളത്തിലും ലീഗ് അടക്കമുള്ള പാർട്ടികളുമായി സഹകരിക്കേണ്ട ഒരു ഘട്ടം വരും എന്ന് മുൻകൂട്ടി കാണുകയാണോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉരുവം കൊള്ളുമോ? മുസ്ലിം ലീഗുമായുള്ള രാഷ്ട്രീയ സമ്പർക്കത്തിൻ്റെ പ്രശ്നം ചർച്ചക്കെടുക്കേണ്ട ഘട്ടമാണിതെന്ന് അഭിപ്രായമില്ല. മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ മുഖച്ഛായ, ഇന്നത്തെ അതിൻ്റെ ശൈലികളും പെരുമാറ്റങ്ങളും, ഭരണത്തിൽ അതിൻ്റെ പങ്കെടുത്തതിൻ്റെ പ്രശ്നങ്ങൾ, അഴിമതിയുടെ കാര്യത്തിലുള്ളതിൻ്റെ ഏറ്റവും ലജ്ജാകരമായ സ്ഥിതി, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ലീഗുമായി ഇടതുപക്ഷം തിരക്ക് പിടിച്ച് സഖ്യചർച്ചയ്ക്ക് പോകേണ്ട ഘട്ടമായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടതായിരിക്കും ഇടതുപക്ഷ മനസ്സിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ അതിനെ മറികടക്കുക, അതിനെ കാണാതിരിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ബിനോയ് വിശ്വം, ലീഗുമായി തിരക്കിട്ട് തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തുകയോ ഏതെങ്കിലും തരത്തിൽ അവരുമായി അത്തരത്തിലുള്ള സമ്പർക്കം നടത്തുകയോ ചെയ്യുന്നില്ല. CPIMനും അങ്ങനെ ഒരു ആലോചനയില്ല. പക്ഷേ അവർ വർഗീയമാണോ അല്ലയോ എന്ന കാര്യത്തിൽ മുന്നണിക്ക്, അതിലെ പാർട്ടികൾക്ക് ഒരു നിലപാട് സ്വീകരിക്കാമല്ലോ. BJP വർഗീയമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ആളുകൾക്ക് ലീഗ് വർഗീയമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടികളോടുമുള്ള സമീപനം രണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ BJPയോടും ലീഗിനോടും രണ്ട് തരം സമീപനം സ്വീകരിക്കേണ്ടത് കേരളത്തിൽ എങ്ങനെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു അനിവാര്യതയാകുന്നത്? ഇടതുമുന്നണി ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ലീഗുമായുള്ള രാഷ്ട്രീയ സമ്പർക്കത്തെ പറ്റിയുള്ള ചർച്ചയ്ക്ക് ഒരുക്കമല്ല. ആ ചർച്ചയ്ക്കുള്ള ഘട്ടമല്ല ഇത്. ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വിപത്ത് BJP ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും അതങ്ങനെ തന്നെയാണ്. BJPയുടെ പ്രശ്നം അത് RSS നിയന്ത്രിക്കുന്ന, ആശയപരമായും രാഷ്ട്രീയമായും പ്രാവർത്തികമായും എല്ലാ തരത്തിലും ഏറ്റവും ഭീകരമായ വർഗീയ ഭ്രാന്തിനെ വെട്ടിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ആ BJPയുടെ ഭരണത്തിൻ്റെ ഓരോ ചെയ്തികളും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത് ഇന്ത്യയെ നയിക്കുന്നത് നേരായ വഴിക്കല്ല എന്ന്. ശ്രീ ബിനോയ് വിശ്വം, ഇവിടെ CPIMന്റെ ജനറൽ സെക്രട്ടറി കാണുന്നത് 1987 ഒരു സാഹചര്യം 2016 ഉണ്ടാകും എന്നാണ്. 2016 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇടതുമുന്നണിക്ക് ആ സാഹചര്യത്തിൽ, അതായത് സാമുദായിക കക്ഷികളെ ഒന്നും ഒപ്പം കൂട്ടാതെ ഭരണത്തിലേക്ക് നീങ്ങുക എന്ന സാധ്യത ഉണ്ടോ? 87 ഇപ്പുറം 3 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടന തന്നെ മാറി എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടേ? അന്ന് BJPയെ സംബന്ധിച്ച് ഇത്ര അധികം വോട്ടുകൾ സമാഹരിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റായി ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കിടക്കുന്നു. BJPയെ സംബന്ധിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ 87 കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? 87 രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതുപോലെ 2016 ആവർത്തിക്കുമെന്ന് ചിന്തിച്ചാൽ അത് ശരിയാകാൻ വഴിയില്ല. എത്രയോ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. ഈ കാലങ്ങളുടെ മാറ്റങ്ങളെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഘടനയിലും ഉള്ളടക്കത്തിലും സ്വഭാവത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങളെ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇടതുപക്ഷം നേരിടുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനു മുമ്പിലുള്ള വെല്ലുവിളികൾ, അതിനെല്ലാം ഗൗരവമായിട്ട് കാണണം. അതിലൊന്നാണ് BJPയുടെ വളർച്ച. ഇന്ത്യൻ സമൂഹത്തിനും കേരള സമൂഹത്തിനും ഒട്ടും അത് ഗുണകരമല്ലെങ്കിലും BJP അതിൻ്റെ രാഷ്ട്രീയമായ കൗശലങ്ങളുടെ ഫലമായിട്ട് തന്നെയാണെങ്കിൽ പോലും ജനങ്ങളുടെ ഭാഗത്തിന് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ BJPക്ക് വിജയമുണ്ടായിട്ടുണ്ട്. അത് ഗുണകരമല്ല. അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. ആ BJP വളർച്ചയുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ടുള്ള
തന്ത്രങ്ങളും സമീപനങ്ങളും നയങ്ങളുമായിരിക്കും ഇടതുപക്ഷം കൈക്കൊള്ളേണ്ടത്. ഇടതുപക്ഷം അതിൻ്റെ രാഷ്ട്രീയമായ ശരികളെ, അതിൻ്റെ വിശ്വാസ്യതകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങളായിരിക്കണം 2016 ഏറ്റവും മുഖ്യമായി കണക്കിലെടുക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് സഖാവ് സീതാറാം യെച്ചൂരി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സമീപനത്തിൽ CPIMൻ്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയങ്ങളാണ്. അതിനെപ്പറ്റി CPIക്ക് സ്വന്തം അഭിപ്രായങ്ങൾ കാണും, ഇടതുപക്ഷത്തിന് പൊതുവായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ടാകും. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനങ്ങളെ പറ്റിയാണ് ഞങ്ങൾ പൊതുവിൽ ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് ഒരുപാട് അതാണ് ഇടതുമുന്നണിയുടെ ആലോചനയിൽ സ്വാഭാവികമായും വരേണ്ടത്. ശ്രീ NM Pearson, CPIMനെ സംബന്ധിച്ചായാലും LDFനെ സംബന്ധിച്ചായാലും ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി നിങ്ങളൊക്കെ പറയുന്നത് പോലെ കുറെ കൂടി സൗകുമാര്യമുള്ള ഭാഷയും ഇടപെടലും CPIMന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിലും ജനവിധി ഇതാകാൻ ഒരു തരവുമില്ല. അത്തരത്തിലേക്കുള്ള ഒരു വിഭജനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ CPIMനെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ ചോരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുതലമുറ വോട്ടുകൾ, പുതുതായി വോട്ട് ചെയ്യുന്നവർ BJPയെ കൂടുതൽ സ്വീകാര്യരായി കാണുന്നു എങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ പോരായ്മ മാത്രമായിരിക്കുമോ? അവരുടെ ചോയ്സ് അങ്ങനെ ആണ് എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മുന്നിൽ ഉള്ളത് എങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളുണ്ടായത് എന്നത് പുരോഗമന ശക്തികൾ, ഇടതുപക്ഷ ചിന്തകരൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുന്നൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം ഇടതുപക്ഷം എന്താണ് ഇടതുപക്ഷം എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ ആളുകളായിട്ട് ചെയ്തിട്ടുള്ളത്. അത് പരിശോധിക്കുന്ന സമയത്താണ് ഇടതുപക്ഷത്തിൻ്റെ ജീർണത വളരെ വ്യക്തമായിട്ട് പ്രകടമാകുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ച BJPയുടെ ഗുണകരമായിട്ടുള്ള എന്ത് പങ്കുകൊണ്ടാണ്, എന്ത് ഗുണകരമായിട്ടുള്ള കാര്യം കേരള സമൂഹത്തിൽ ചെയ്തിട്ടാണ് BJP വളരുന്നത്? ഇടതുപക്ഷം ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഫലമായി ഇടതുപക്ഷത്തു നിന്ന് അതിശക്തമായിട്ട് പ്രതിഷേധിച്ച് പോകുന്ന മനുഷ്യർ പ്രാഗിക്കൊണ്ട്, ഇടതുപക്ഷത്തിന് പ്രാഗിക്കൊണ്ട് ചെയ്യുന്ന വോട്ടാണ് BJP കിട്ടിക്കൊണ്ടിരിക്കുന്നത്. BJP എന്താണ് ഗുണാത്മകമായിട്ടുള്ള ചെയ്തത്? വാട്ട് ഈസ് ദർ പോസിറ്റീവ് പൊളിറ്റിക്സ്? കേരള രാഷ്ട്രീയത്തിൽ എന്ത് പോസിറ്റീവ് രാഷ്ട്രീയമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് അവരോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, സാംസ്കാരികമായ രംഗങ്ങളിൽ ഇന്ത്യക്കാകമാനം തന്നെ മാതൃകയാകാൻ പറ്റുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് എന്ത് തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നെന്ത് നിങ്ങൾ പരിശോധിക്കാത്ത? അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ ജോലി ചെയ്യാതിരിക്കുകയും ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഞങ്ങൾ മതേതരമാണ്, കുന്തമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുകയല്ലാണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലി ഇവർ ചെയ്യാതിരിക്കുകയും നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ നേതാക്കൾ. ശ്രീ PS ശ്രീധരൻപിള്ള, BJP സമാഹരിക്കുന്ന വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നിഷേധ വോട്ടുകൾ ആണോ? അതല്ലാതെ BJPയുടെ പൊളിറ്റിക്സിന് കിട്ടുന്ന വോട്ടല്ലേ? അഭിലാഷ്, ഈ ചരിത്ര വസ്തുതകൾ കൂടി വിലയിരുത്തണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും തയ്യാറാവില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ താഴോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബിനോയ് മറുപടി പറയട്ടെ. 71 വരെ പാർട്ടിയിലെ പിളർപ്പിന് ശേഷവും ഈ രണ്ട് പാർട്ടികളും വളർന്നിട്ടുണ്ട്. കണക്ക് പരിശോധിച്ചോളൂ. 71 ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനോടൊപ്പം കൂടാൻ പോയി അടിയന്തരാവസ്ഥയുടെ ഭാഗമായി 21 MP ഉണ്ടായിരുന്ന CPI താഴോട്ട് വന്നിട്ടാണ് ഇന്ന് 1ലേക്കും 1% വോട്ട് കിട്ടാത്ത കക്ഷിയായിട്ട് 7-8% വരെ കിട്ടിയവരാണ് എത്തിയിട്ടുള്ളത്. CPM അത് തന്നെയാണ്. 2004 ഇത് പിന്നെ കൂടി കൂടുന്ന 42 MP ഉണ്ടായിരുന്നവർ ഇപ്പോൾ വന്നിട്ട് 9ലേക്ക് എത്തി. 2 സ്വതന്ത്രമാരെ കൂട്ടി ഇപ്പം വാജ്പേയി കൊടുത്തുകൊണ്ട് ഇപ്പോൾ ദേശീയ പാർട്ടിയായിട്ട് നിൽക്കുക. ഭേദഗതി ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് എന്തുകൊണ്ട് താഴേക്ക് വളരേണ്ടി വരുന്നു എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ രാജ്യത്താകെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമായിരിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് സീതാറാം യെച്ചൂരിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പുരോഗമനപരമായ ഒരു സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഇടത് സർക്കാരിനെ തിരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്ത് ശക്തമായ ഇടതുപക്ഷ പൊതുബോധമുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് അങ്ങനെ BJPക്കും ലീഗിനുമൊക്കെ വലിയ സ്പേസ് കിട്ടുകയും ഇടത് കക്ഷികളുടെ സ്ഥാനം താഴേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ആത്മാർത്ഥമായി നിങ്ങൾ പരിശോധനാ വിധേയമാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തി കാണുമല്ലോ. ഗൗരവമേറിയ വിഷയം. എന്തുകൊണ്ട് കേരളം പോലെ പ്രബുദ്ധമായ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിന് ഇടിവുണ്ടായി? എന്തുകൊണ്ട് ഇന്ത്യയുടെ മുമ്പിലുള്ള ഇത്രയും ഗൗരവമേറിയിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഫലപ്രദമായി സ്വീകാര്യമായ ഒരു ബദലാകാൻ ആകാതെ പോയി? ഞങ്ങളതിനെപ്പറ്റി പഠിക്കേണ്ടവരാണ്. ഞങ്ങളുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും തീരുമാനമുണ്ടായിട്ടുണ്ടെന്നും ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നും ഞങ്ങൾ വാദിച്ചാൽ അത് ശരിയായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ നിറഞ്ഞ വിനയത്തോടു കൂടി, യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെയും കാണണം.
ഇന്നത്തെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ചെറിയ വിപത്തുകളല്ല. ശ്രീധരൻപിള്ള എന്തെല്ലാം അവകാശപ്പെട്ടാലും ശരി, ഇന്ത്യയുടെ എല്ലാ നന്മകളുടെയും വിപരീത പക്ഷത്താണ് BJP നിൽക്കുന്നത്. അത് കറകളഞ്ഞ വർഗീയ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെയാണ് പോകാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വഴികൾ മുഴുവനും ഇന്ത്യയിലെ പാവങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. അത് കോർപ്പറേറ്റ് കൊള്ളക്കാരുടെ ദാസ്യവേല ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ആ BJP ഇന്ത്യയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അഴിമതി കഥകളെല്ലാം ഓരോന്നായി പുറത്തു വരുമ്പോൾ ഈ അവകാശവാദങ്ങളെല്ലാം വളരെ വേഗം പൊളിഞ്ഞു പോകും. BJPയെ സംബന്ധിച്ച് രാജഗോപാൽ മത്സരിക്കാനില്ല എങ്കിൽ ഈ 2.5 ലക്ഷവും 2.25 ലക്ഷവുമൊക്കെ ആയ വോട്ട് 1 ലക്ഷത്തിനും താഴ്ന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ കേന്ദ്രീകരിച്ച് പരമാവധി ജോലി ചെയ്താൽ വോട്ടുകൾ സമാഹരിക്കാം എന്നതിനപ്പുറത്ത് സംസ്ഥാനത്തിൻ്റെ എല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കാനും ഒരേപോലെ വോട്ടുകൾ സമാഹരിക്കാനുമുള്ള സംഘടനാ ശേഷിയോ രാഷ്ട്രീയമോ ഉണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാം പ്രഗത്ഭന്മാരാണ്. ഞാൻ അവരാരെയും കുറച്ച് കാണുകയല്ല. നമ്മൾ ഈ രാജഗോപാലിന് മത്സരിച്ച ട്രിവാൻഡ്രം ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ആണ് നഷ്ടമുണ്ടാകുന്നു, അതാണ് ചോർന്ന് ഇവിടെ എത്തുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം അവിടെ പറഞ്ഞത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 12.11% വോട്ട് കിട്ടി. 10 അസംബ്ലി സെഗ്മെൻറ്റിൽ ഈ കേരളത്തിൽ 2 മുന്നണികളെ തട്ടിമാറ്റി ഞങ്ങൾക്ക് ഒന്നാം കക്ഷിയായിട്ട് 5 സ്ഥലത്തും രണ്ടാം കക്ഷിയായി 5 സ്ഥലത്തും വരാൻ സാധിച്ചു. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല. അന്ന് 1,48,000 വോട്ട് കിട്ടിയ പാലക്കാടും 1 ലക്ഷത്തിലധികം കിട്ടിയ മറ്റ് മണ്ഡലങ്ങളും എല്ലാം കണക്കാക്കിയിട്ടാണ്. അല്ലാതെ രാജഗോപാൽജി എന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ല. അതുപോലെ 3ാം ശക്തിയായിട്ട് മൂവാറ്റുപുഴ ജയിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. BJPക്ക് വോട്ട് ചെയ്താൽ സാധിക്കുമെന്ന് തെളിയിക്കാൻ. അതുകൊണ്ടാണ് CPM അന്ന് പോളിറ്റ് ബ്യൂറോ അതിനെ സംബന്ധിച്ച് ഇന്നത്തേക്കാൾ ശക്തമായ പ്രമേയം പാസ്സാക്കിയത്. അത് ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം ഇതൊന്നും രാജഗോപാൽജി തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും ശക്തനായ നേതാവാണ്, വികസന നായകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഗ്ലാമറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ചർച്ചയിൽ പങ്കെടുത്തപ്പം ശബരിനാഥിൻ്റെ അമ്മ ഏഷ്യാനെറ്റിലും നിങ്ങളുടെ ചാനലാണെന്ന് തോന്നുന്നു 2 സ്ഥലത്ത് ഉണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തപ്പം. അതിൽ ഏഷ്യാനെറ്റിൽ അവരൊന്ന് പറഞ്ഞത് എന്തായി BJPക്കാർക്ക് ഇത്ര വോട്ട് ഇവിടെ കിട്ടാൻ കാരണം? അപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ആളുകൾ നരേന്ദ്രമോദിയിൽ ഉള്ള വിശ്വാസം എന്നാണ് പറഞ്ഞത്. സാമൂഹ്യ രാഷ്ട്രീയ മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാണാതെ പോകാൻ സാധിക്കുകയില്ല. അവർ പ്രവർത്തിച്ചു വന്നിരുന്ന ആ മണ്ഡലം മാറിയിരിക്കുന്നു, നാട് മാറിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെ ഇത് മൊത്തം ഇടതുപക്ഷത്തിൻ്റെ കുഴപ്പമാണ്, ഇവർ നന്നാകാനേ പോകുന്നില്ല എന്ന് അശുഭാപ്തി വിശ്വാസം കൊണ്ടിട്ട് എന്താണ് കാര്യം? അല്ല, അതല്ല പ്രശ്നം. എങ്ങനെയാണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നത്? അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കണ്ടേ? കേരളത്തിലെ വളരെ ശക്തമായിരുന്ന പരമ്പരാഗത വ്യവസായ മേഖലകളുണ്ടായി. അവിടെയെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള അതീശത്വം നിലനിന്നിരുന്നു. ആ അതീശത്വത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ തന്നെയാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷം രൂപപ്പെട്ടു വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ രൂപീകരണം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള വലിയ സമരങ്ങളിലൂടെ അവിടെ നിലനിന്നിരുന്നതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതികൾ അല്ലെങ്കിൽ അവിടെ പണിയെടുത്തിരുന്ന തൊഴിലാളികളുടെ സാമ്പത്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയും അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അവർക്ക് ദേശീയ ബോധം ഉണ്ടാവുകയും അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയം ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ രൂപപ്പെട്ടതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. ശ്രീ MM ലോറൻസ്, വളരെ ചുരുക്കിയൊരു ഉത്തരം. സംസ്ഥാനത്ത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം CPIM കാണുന്നുണ്ടോ? UDF ഒരു കാരണവശാലും അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നില്ല. ഇത്രമാത്രം അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിട്ടുള്ള ഭരണം, എന്തെല്ലാം തരത്തിലുള്ള അഴിമതി, അതൊന്നും ഞാൻ എണ്ണി പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഭരണത്തെ വീണ്ടും തുടർന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് ആ ഭരണത്തെ പിന്താങ്ങുന്നൊരവസ്ഥ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരിക്കലും സ്വീകരിക്കാനിടയില്ല. അരുവിക്കരയിലുണ്ടായത്, അരുവിക്കരയിൽ മുൻപ് ജയിച്ച ആൾ വീണ്ടും ജയിച്ചു. അതാണ് CPIMന്റെ അല്ലെങ്കിൽ MM ലോറൻസിന്റെ രാഷ്ട്രീയമായ വിശ്വാസം. വളരെ നന്ദി ശ്രീ MM ലോറൻസ്, ശ്രീ അജയ് തറയിൽ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ NM Pearson, ശ്രീ ബിനോയ് വിശ്വം, ശ്രീ KN ഖാദർ ചർച്ചയിൽ പങ്കെടുത്തതിന്.